ഹലോ, എന്നാണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു? ഞാനും സുഖമായിരിക്കുന്നു, നന്നായിരിക്കുന്നു. പ്രത്യേകിച്ച് പറയാനായിട്ട് കാര്യമായിട്ടുള്ള വിശേഷങ്ങളൊന്നും ഇല്ലെങ്കിലും ഇന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടേ പോകണുള്ളൂ. ഉറപ്പിക്കൽ തുടങ്ങി തള്ള വന്നപാടെ. ഞാൻ എന്തെങ്കിലുമൊക്കെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇച്ചിരി നേരമൊക്കെ വർത്താനം പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു വന്നതാണ്. കാര്യമായിട്ടൊന്നും പറയാനൊന്നുമില്ല. ഇന്നലെ ആണെങ്കിൽ ഞാൻ വിചാരിച്ചു ഇനി ഞാൻ യൂട്യൂബിലോട്ട് വരത്തേ ഇല്ല, എനിക്ക് പറ്റിയ ഏരിയല്ല. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ടാറ്റയൊക്കെ. എനിക്കങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടൊരു കോൺഫിഡൻസ് കയറി വരും. അത് കോൺഫിഡൻസ് ആണെങ്കിലും ചിലരൊക്കെ അതിനെ അഹങ്കാരം എന്നൊക്കെ വിളിച്ചേക്കും. പക്ഷെ ഐ ഡോണ്ട് കെയർ. അങ്ങനെയൊന്നല്ല. പക്ഷെ എന്താണെന്നറിയില്ല, എനിക്ക് എന്നെ ഭയങ്കര അങ്ങ് വിശ്വാസമാണ്. ഞാൻ ഒരു ഭയങ്കര അതിഭീകരമായ കഴിവുകളുള്ള ഒരു വ്യക്തിയാണെന്ന് ഞാൻ എന്നെ സ്വയം കരുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാനങ്ങനെ ഒരു കാര്യത്തിലും തോറ്റൊന്നും പോകത്തില്ല. ഇങ്ങനെ വിഷമിച്ചൊക്കെ വീടൊക്കെ ഇരിക്കും, പക്ഷെ അധികം വൈകാതെ തന്നെ ഞാൻ അതിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ഞാൻ വരുന്ന ആളാണ്. പൊതുവേ ഞാൻ അങ്ങനെയാണ്. അതെൻ്റെ വിവരമില്ലായ്മ കൊണ്ടാണോ, തലയിലോട്ട് അങ്ങനെ അധിക കാര്യമായിട്ട് അങ്ങനെ ഒന്നും കയറാതെ ഇരിക്കുന്നതിൻ്റെയാണോ, അതോ എൻ്റെ കോൺഫിഡൻസ് ലെവലിൻ്റെ ആ ഒരു കൂടുതൽ കൊണ്ടാണോ എന്നറിയില്ല. ഞാനിങ്ങനെയാണ് എപ്പോഴും. പല കാര്യത്തിലും ഞാൻ ഫെഡപ്പായി, ഞാൻ ഇനിയില്ല, ഞാൻ ഇതൊന്നും എനിക്ക് പറ്റില്ല എന്നുള്ള ജന്മനായുള്ള മടിയുണ്ട്, അതിൻ്റെ കാര്യമല്ല പറയുന്നത്. അതല്ലാതെ ഞാനായിട്ട് പകുതിക്ക് വെച്ച് നിർത്തിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. പക്ഷെ പകുതിക്ക് വെച്ച് നിർത്തിയെങ്കിലും പക്ഷേ ശരിയായിക്കൊന്നും പറയാനും പറ്റുന്നില്ല. അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെ എനിക്ക് കാര്യമായിട്ട് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല കേട്ടോ. ഈ ഷോർട്സ് കാണൽ ഒന്നാമത്, എനിക്ക് യൂട്യൂബ് ഷോർട്സ് എന്താ അല്ലെങ്കിൽ വ്ളോഗ് എന്താ അതിനെപ്പറ്റിയൊന്നും വലിയ ഐഡിയാസ് ഒന്നും ഇല്ലാത്ത ആളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ എടുത്തിടുന്ന സാധനങ്ങളൊക്കെ ചിലപ്പോൾ വലിയ മണ്ടത്തരങ്ങളൊക്കെ ആയിരിക്കും. എന്നിരുന്നാലും ഞാൻ ഇതൊക്കെ ചെയ്യും. വീണിട്ടല്ലേ നടക്കാൻ പഠിക്കുന്നതെന്നൊക്കെ പറയുന്ന തിയറിയൊക്കെ എടുത്ത് അപ്ലൈ ചെയ്ത് ഒരു നാണമില്ലാതെ ഞാനിങ്ങനെ മണ്ടത്തരങ്ങൾ കാണിച്ചുകൊണ്ടേയിരിക്കും. അല്ലേ, ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഓരോരോ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. അപ്പോൾ പിന്നെ വേറെ ഒന്നുമില്ല. എനിക്ക് ഇതിനെപ്പറ്റിയൊക്കെ പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പിന്നെ ജന്മസിദ്ധമായിട്ടുള്ള ഈ മടി കൊണ്ട് അതും എനിക്ക് മടിയാണ്. പക്ഷെ എന്നാലും നമുക്കിതൊക്കെ നോക്കാം, എന്താണ് വ്യത്യാസം എന്നൊക്കെ പഠിച്ചിട്ട്. ഞാനും വരുന്നുണ്ട് ഒരു കലക്ക് കിളക്കാൻ. നീ കിളക്കാണോടി ഗുജിക്ക്, നീ എന്നോടൊപ്പം ചോദിക്കാൻ വന്നേക്കല്. അയ്യേ ചളി. അപ്പോൾ നന്നായിട്ട് പഠിച്ച് ഇതൊക്കെ എന്താണെന്നൊക്കെ മനസ്സിലാക്കി ഞാനൊരു സെലിബ്രിറ്റിയൊക്കെ ആകുമ്പോൾ ബിഗ് ബോസിൽ പോകണം. നമ്മളെപ്പറ്റി ആൾക്കാർ റിവ്യൂ ഒക്കെ ഇടുന്നൊക്കെ ഇരുന്ന് കേൾക്കണം. ഓക്കെ, അപ്പോൾ ശരി, ടാറ്റ. നമുക്ക് പിന്നെ കാണാം കേട്ടോ. ബൈ ബൈ.